NV ബാലകൃഷ്ണൻ ബിന്ദുവിനെ എന്തിനാണ് ബന്ദിയാക്കുന്നത്? ബിന്ദു മിണ്ടിക്കൂടാ എന്ന തീരുമാനം എന്തുകൊണ്ടാണ് ഒരു നിർദ്ദേശമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത്? CPM പോളിറ്റ് ബ്യൂറോവിൻ്റെ തീരുമാനമോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൻ്റെ തീരുമാനം ഒന്നുമല്ല നടപ്പിലാകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ അറിയാം. അതിനുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും തർക്കിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. CPMൻ്റെ നിലപാടാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് എന്ന് പ്രകാശ് മാഷ് പറഞ്ഞാൽ പ്രകാശ് മാഷെ നമിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല. കാരണം നേരത്തെ പറഞ്ഞ 2023 ജനുവരിയിലെ വിദേശ സർവകലാശാലകളെ സംബന്ധിച്ച് പാർട്ടി പോളിറ്റ് ബ്യൂറോവിൻ്റെ രേഖ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആകെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുണ്ട്. CPMൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ സൈറ്റിൽ പോയാൽ നമുക്കത് വായിച്ചു നോക്കാം. പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് പാർട്ടി പരിപാടിയെക്കുറിച്ചാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, പാർട്ടി പരിപാടിയിലെ ഒരു വരിയാണ് അങ്ങ് വായിച്ചത്. വിദേശ നിക്ഷേപം കൊട്ടിയടച്ച് ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് ഒരു വിദേശ നിക്ഷേപം വരരുത് എന്ന് തീരുമാനിച്ച പാർട്ടിയല്ല CPM വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള മറ്റ് മാർഗങ്ങളില്ലാത്ത വിദേശ നിക്ഷേപം, അതും ചരടുകളില്ലാതെ നമുക്ക് സ്വീകരിക്കാം. ചരടുകളില്ലാത്ത വിദേശ നിക്ഷേപത്തെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെയൊക്കെയാണ് അത് വിദേശ നിക്ഷേപം സംബന്ധിച്ച് വളരെ വ്യക്തമായി പാർട്ടി പരിപാടിക്കകത്ത് ഒരുപാട് കാര്യം സ്ഥലത്തുണ്ട്. ഞാൻ ആ പാർട്ടി പരിപാടി ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പ്രകാശ് മാഷോട് എനിക്ക് പറയാനുള്ളത്, പാർട്ടി പരിപാടിയിൽ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ നമുക്കൊരു ദിവസം ഡിബേറ്റ് വെക്കാം. മാഷി പറഞ്ഞതല്ലാത്ത മാഷി പറഞ്ഞത് ഒരു വരിയാണ്. അത് പാർട്ടി പരിപാടിയുടെ പൊതു സ്പിരിറ്റ് അല്ല. വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് CPMോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ സ്വീകരിക്കുന്ന നിലപാടല്ലത്. ചില കാര്യങ്ങളിൽ എക്സംഷൻ വേണ്ടി വരും എന്നിടത്ത് സൂചിപ്പിച്ച ഒരു കാര്യമാണ് മാഷ് ഉദ്ധരിച്ചിട്ട് ഇതാണ് പാർട്ടി പരിപാടിയുടെ സ്പിരിറ്റ് എന്ന് പറയാൻ ശ്രമിച്ചത്. നിവൃത്തിയില്ല, അദ്ദേഹം അങ്ങനെയൊക്കെ വാദിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു. എനിക്ക് പ്രകാശ് മാഷോട് ചോദിക്കാനുള്ളത്, എന്താണ് ഇതുപോലൊരു വിദേശ സർവകലാശാലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വിദേശ സർവകലാശാലകൾ എന്ന് പറയുമ്പോൾ അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ അങ്ങനെ പ്രതികരിച്ചു. ഇന്നവർക്ക് നിശബ്ദയാകേണ്ടി വന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവ് ഏത് ഘടകത്തിലിരിക്കുന്നയാളാണ്? ഇപ്പോൾ നാം ഈ പറയുന്ന 2023 ജനുവരി 7 പോളിറ്റ് ബ്യൂറോയുടെ ഈ പറയുന്ന പ്രസ്താവനയുണ്ടല്ലോ, അതിപ്പോഴും സാധുവായിരിക്കുന്ന, അത് വീരചരമം പ്രാപിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആ ഘടകത്തിലിരിക്കുന്ന വ്യക്തിയാണ് അല്ലേ വിജയരാഘവൻ. അപ്പോൾ ഈ കാര്യത്തിൽ എന്താണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ മനസ്സ് എന്ന് ഒരർത്ഥത്തിൽ ബിന്ദു അടക്കമുള്ളവർക്കറിയും. എന്നുവെച്ചാൽ അത് വിജയരാഘവൻ ഓതിക്കൊടുക്കണമെന്ന അർത്ഥത്തിലല്ല. എന്താണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്, അതിൽ നിന്ന് എന്താണ് വ്യതിചലനം, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഇന്നലെ പ്രതികരിച്ചിരിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഇതിൽ ഒരു വകുപ്പ് പരമായ അട്ടിമറിയും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ താല്പര്യക്കാർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ തീർപ്പാകുക, എന്നിട്ടത് ബജറ്റിലേക്ക് കടത്തപ്പെടുക, അത് ബജറ്റ് വായനയിലൂടെ അത് പുറത്തേക്ക് വരിക, അത് അങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന ഒരു നിസ്സഹായതയിലേക്ക് ബന്ധപ്പെട്ട വകുപ്പ് പോവുക. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ തന്നെ ചില കാര്യങ്ങൾ അറിയാം, ചില കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നു, ചില കാര്യങ്ങൾ മന്ത്രിക്കും അറിയില്ല എന്ന് പറയുന്നു. ഇതൊക്കെ എന്ത് വിചിത്രമായ സാഹചര്യമാണ്. കൂട്ടുത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണ സംവിധാനമാണിത്. ഒരു വ്യക്തിയുടെ താൻ പോരിമയ്ക്ക് മാത്രമായിട്ടാണ് മന്ത്രിസഭ കൂടുന്നതെങ്കിൽ ഇതെന്ത് ജനാധിപത്യം? ഇതാണ് കേരളത്തിൽ കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓരോ വിഷയത്തിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തീരുമാനിക്കുന്നത് നടപ്പിലാകും, അതാണ് നയം. അല്ലാതെ മറ്റു തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളിലേക്കോ ഒന്നും പോയിട്ട് കാര്യമില്ല. ഇതാണ് നയം, ഇത് നടപ്പിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാകുന്ന സ്ഥിതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു കാലത്തും സംഭവിച്ചതല്ല ഇത്. സാധാരണഗതിയിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 10 വർഷം മുമ്പ് ഇത്തരത്തിലൊരു നിലപാട് ഇതിൻ്റെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയോ ബഡ്ജറ്റിൻ്റെയോ ഭാഗമായി വന്നാൽ അത് ഈ കേരളത്തിൽ വലിയ പ്രതികരണം സൃഷ്ടിക്കും. കാരണം കേരളത്തിലെ 100 കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ ഇത് പാർട്ടിയുടെ നിലപാടല്ല, ഇത് നടപ്പിലാക്കാൻ പറ്റില്ല, ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ ഇന്ന് ആ ഒരു അവസ്ഥയില്ല. ഇന്ന് പ്രകാശ് മാഷ പോലുള്ള ആളുകൾ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുക, അതിന് വളരെ വിചിത്രമായ വാദഗതികൾ കൊണ്ടുവരുന്നതിനപ്പുറത്തോട്ട് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്ന, മുന്നോട്ട് വെക്കുന്ന നിലപാട്, അതിപ്പോൾ ഈ വിഷയത്തിൽ മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ കഴിയാത്ത
സോഷ്യലിസ്റ്റുകൾക്കോ കമ്മ്യൂണിസ്റ്റുകൾക്കോ മുന്നോട്ട് വെക്കാൻ കഴിയാത്ത തികഞ്ഞ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ അദ്ദേഹം തുടർച്ചയായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. അത് ചിലതൊക്കെ നടപ്പിലാക്കാൻ പറ്റുന്നില്ല, എന്നാൽ കുറേയൊക്കെ നടപ്പിലാവുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരവസ്ഥയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം? അദ്ദേഹം വിചാരിച്ചതാണ് പിണറായി വിജയൻ അതിന് പിന്നിലുള്ള കാര്യം ഇതാണ്. അതിലേക്കാണ് ഞാൻ പ്രവേശിക്കാൻ ശ്രമിച്ചത്. അതിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില ആളുകളുമായി നടത്തിയിട്ടുള്ള തീരുമാനവും കാര്യങ്ങളും നടപ്പിലാക്കണം കേരളത്തിൽ. ചില സംവിധാനങ്ങളൊക്കെ അണിയറയിൽ ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചില ഏജൻസികൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിൽ ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങളെ സംബന്ധിച്ച് അത് അണിയറയിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ അണിയറയിൽ എടുത്തിട്ടുള്ള തീരുമാനം പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിനും അതുപോലെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനും എതിരാണ് എന്നതൊക്കെ നമുക്ക് ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം എന്നല്ലാതെ പിണറായി വിജയനെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല. അദ്ദേഹം തീരുമാനിച്ച കാര്യം നടപ്പിലാക്കി പോകും. അതിന് എല്ലാവരും വഴിപ്പെട്ട് നിൽക്കുക.